Okay. ഗുഡ് ഈവനിങ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മളപ്പോൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്. നമ്മൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ്, എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കഴിഞ്ഞ തവണ നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ചെയ്തു അല്ലേ. അപ്പോൾ ആ വെബ്സൈറ്റ് അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുകയും കൂടി വേണം. അതിന് ഒരു ഓർഗാനിക് സ്ട്രാറ്റജി, ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയൊന്നും കൊടുക്കാണ്ട് ഉള്ളൊരു സ്ട്രാറ്റജിയാണ്, ഫ്രീ ആയിട്ട് എന്ന് നമുക്ക് പറയാം. അതിനെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഓരോരോ ചെറിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ്, എല്ലാ കമ്പനികളും ഇപ്പോൾ വെബ്സൈറ്റിനെ SEO ചെയ്തിട്ടാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അതൊരു ലോങ് ടേം സ്ട്രാറ്റജിയും കൂടിയാണ്. നമ്മളതിൽ പല പല സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം നമ്മൾ 1 by 1 ആയിട്ട് ചെയ്തായിരിക്കും പഠിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ജോമോൻ, ജിൻഷ, ശീതൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ സ്ക്രീൻ ഷെയറിങ്ങിലേക്ക് ഞാനൊന്ന് വരാം. നമ്മൾ ആദ്യമേ തന്നെ ഒരു ചെറിയ തിയറി പോലെയുണ്ട്. തിയറി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്രാക്ടിക്കൽസ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അതെ. ഓക്കെ, എന്നാൽ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അതൊരു എന്താ പറയുക, ഫസ്റ്റ് തന്നെ സെർച്ച് എഞ്ചിൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ആണ്, ഡിസൈൻ ടു ക്യാരി ഔട്ട് അവർ വെബ് സെർച്ചസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീവേഡ് സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് എടുത്ത് കാണിക്കുക. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാവരും യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർനെറ്റ് യൂസേഴ്സിനും ഇഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സെർച്ച് എഞ്ചിൻ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ നേരെ സെർച്ച് എഞ്ചിനിൽ വന്നിട്ട് സെർച്ച് ചെയ്യും അല്ലേ? അതുമല്ല, അതിലൂടെയാണ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ നമ്മുടെ സെർച്ച് എഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സെർച്ച് എഞ്ചിനല്ല, ഇപ്പോൾ എല്ലാവരും കേട്ടിരിക്കുന്നത് ഗൂഗിൾ ഉണ്ടാവും, ബിങ് ഉണ്ടാവും, അതേപോലെ തന്നെ അങ്ങനെ പല പല സെർച്ച് എഞ്ചിൻ ഉണ്ടാവും. അത് കൂടാണ്ടും യാൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡക്ക് ഡക്ക് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നൂറുകണക്കിനും ആയിരക്കണക്കിനും സെർച്ച് എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിലാണ് ഏറ്റവും കൂടുതലും ട്രാഫിക് വരുന്നത്. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നതൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സെർച്ച് എഞ്ചിനകത്ത് പല പല സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് നോട്ട് ഡൗൺ ഒക്കെ ചെയ്തോളൂ, എല്ലാവരും ഒന്ന് എഴുതിയൊക്കെ എടുക്കുക. എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. നോട്ട് ഡൗൺ ചെയ്തോണ്ടിരിക്കും. യെസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കാം എന്താണ് ഈ സെർച്ച് എഞ്ചിൻ ചെയ്യുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഉള്ള കോഡിനെ സെർച്ച് എഞ്ചിൻ്റെ ബോട്ട് വന്ന് വായിക്കുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഈ ക്രോളിംഗ് എന്ന് പറയാം. അതാണ് അവിടുത്തെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് സംഭവിക്കുന്നത്. കണ്ടോ, ഈ ബോട്ട്സിനെ നമുക്ക് വേണമെങ്കിൽ സ്പൈഡേഴ്സ് എന്ന് പറയാം, റോബോട്ട്സ് എന്ന് പറയാം, അങ്ങനെ പലതും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ ജോമോൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്ത വെബ്സൈറ്റിൻ്റെ പേരൊന്ന് പറയാമോ? ജോമോൻ്റെ വെബ്സൈറ്റ് jomon.online അല്ലേ? jomon.online. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് ഈ ക്രോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എന്താണ് കോഡ് വായിക്കുന്ന ഒരു പ്രോസസ്സ്, അതും ആരാ വായിക്കുന്നേ? റോബോട്ട്സ് അല്ലെങ്കിൽ ബോട്ട്സ്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതേപോലത്തെ വെബ്സൈറ്റിനെ കാണാനൊന്നും പറ്റില്ല, ഈ ഫ്ലവേഴ്സോ കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ പറ്റില്ല. അവർക്ക് മെയിനായിട്ട് കോഡേ കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഫോർ ദ ടൈം ബീങ് ഇവിടെ Ctrl U എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ
നമ്മുടെ സെർച്ച് എഞ്ചിനകത്തുള്ള ഒരു കോഡ് മൊത്തത്തിൽ നമുക്ക് കാണാം. കണ്ടോ? നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു കോഡാണ്, സോഴ്സ് കോഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കോഡിനെ ആയിരിക്കും നമ്മുടെ ആര് കാണും? ബോട്ട്സ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നേ? ക്രോളിംഗ്. ക്രോളിംഗ് എന്ന് പറയും. യെസ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പതുക്കെ താഴേക്ക് വരാം. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇൻഡെക്സിങ്. ഇൻഡെക്സിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വായിച്ചിരിക്കുന്ന കോഡിനെ നേരെ സെർച്ച് എഞ്ചിൻ്റെ ഡേറ്റാബേസിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറയാം. സ്റ്റോറിങ് യുവർ വെബ്സൈറ്റ്സ് പേജ് കോപ്പി ഇൻ സെർച്ച് എഞ്ചിൻ ഡേറ്റാബേസ്. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ഇൻഡെക്സിംഗ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇൻഡെക്സിംഗ്? ആർക്കാ പറയാൻ പറ്റുക? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. നമ്മൾ വേറൊരാളെ നോക്കിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ ഇത് പറഞ്ഞ് മുന്നോട്ട് വരിക. സാറേ എനിക്കിത് ഡിസ്കണക്റ്റ് ആകുന്നുണ്ടേ, അപ്പം ഞാനത് കേട്ടില്ല. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. എന്തുകൊണ്ടാ കേൾക്കാത്തെ? ഇൻഡെക്സിങ് അത് ഓക്കെ ഓക്കെ. ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്രോളിംഗ് എന്താണെന്നൊന്ന് പറഞ്ഞേ. നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ വെബ്സൈറ്റിനെ അത് റോബോട്ടിക്കായിട്ട് അവർ അത് റീഡ് ചെയ്യുന്നതിനെയാണ് എന്ത് റീഡ് ചെയ്യുന്നത്? നമ്മുടെ വെബ്സൈറ്റിനെ കോഡ്. ആ ഓക്കെ. അപ്പോൾ അതിനെയാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വായിച്ചിരിക്കുന്ന ആ കോഡിനെ ഈ ബോട്ട്സ് നമ്മുടെ സെർച്ച് എഞ്ചിൻ്റെ ഡേറ്റാബേസിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഡെക്സിംഗ് എന്ന് പറയാം. ഓക്കെ ഓക്കെ. അതൊരു ഐഡിയ കിട്ടിയോ? യെസ്. ഓക്കെ. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയണേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് റിട്രീവൽ. റിട്രീവൽ എന്ന് പറയുമ്പോൾ ഫെച്ചിങ് റിസൾട്ട്സ് ഫ്രം ദ ഡേറ്റാബേസ് വെൻ യൂസർ ആസ്ക് ഫോർ ഇറ്റ്. ഇപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ സെർച്ച് എഞ്ചിനിൽ പോവുക, സെർച്ച് എഞ്ചിനിൽ പോയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും സെർച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ആ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ആ റിസൾട്ടിനെയാണ് നമ്മൾ നേരെ ഇവിടെ കാണാൻ പോകുന്നത്. ഇനി ഒന്ന് പറയാവോ ആദ്യം തൊട്ട്? ആർക്കാ പറയാൻ പറ്റുക? എന്തെല്ലാം പ്രോസസ്സ് നടക്കുന്നു? ജിൻഷയ്ക്ക് പറയാൻ പറ്റുമോ? പറയാം. ആദ്യമേ പറഞ്ഞത് ക്രോളിംഗ്. ഓക്കെ. ക്രോളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കോഡിനെ അതായത് റോബോട്ട്സ് ഒരു റീഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്രോളിംഗ് എന്ന് പറയുന്നത്. വെബ്സൈറ്റിന്റെ കോഡ്സിനെ. അതുപോലെ രണ്ടാമത്തെ ഇൻഡെക്സിങ് പറഞ്ഞത്. ഇൻഡെക്സ് പറയുന്നത് നമ്മുടെ വെബ് പേജിന്റെ ആ കോഡുകളെയൊക്കെ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഇൻഡെക്സിങ് എന്ന് പറയും. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ. അപ്പൊ പിന്നെ റിട്രീവല്. ഇപ്പൊ ഈ ഡാറ്റാബേസിനകത്ത് നമ്മുടെ വെബ്സൈറ്റിന്റെ പേജിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഫെച്ച് ചെയ്തെടുക്കുന്നതിനെ, അതായത് എടുക്കുന്നതിനെ റിട്രീവൽ എന്ന് പറയും. യെസ് യെസ് കറക്റ്റ് തന്നെയാണ്. അത്രയും വളരെ സിമ്പിൾ ആയിട്ട്. യെസ് യെസ്, അതൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മുടെ റാങ്കിങ് എന്ന് പറഞ്ഞിട്ട്. റാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ റാങ്ക് കിട്ടുന്ന പോലെ തന്നെ സെർച്ച് എഞ്ചിനകത്ത് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ റിസൾട്ടിനെയും അവർ റാങ്ക് കൊടുത്തിട്ടുണ്ട്. അത് സെർച്ച് എഞ്ചിൻ്റെ ഒരു അൽഗറിതത്തിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. സെർച്ച് എഞ്ചിൻ്റെ അൽഗറിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് നമ്മുടെ വെബ്സൈറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫോളോ ചെയ്യാത്ത സൈറ്റുകളെല്ലാം അതിൻ്റെ റാങ്കിങ് എന്ന് താഴേക്ക് പോകും. പക്ഷേ ഫോളോ ചെയ്യുന്ന സൈറ്റുകൾ മാത്രം
സെർച്ച് എഞ്ചിൻ്റെ ടോപ്പ് റിസൾട്ടിൽ വന്ന് നിൽക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ റാങ്കിങ് എന്ന് പറയാം. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യും ഒരു കീവേഡ്, അതിനനുസരിച്ച് നമ്മുടെ റിസൾട്ട്സ് പേജിൽ ആ ക്വയറിക്ക് അനുസരിച്ചായിരിക്കും ഓരോ വെബ്സൈറ്റ്സും റാങ്ക് ആയി വരിക. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ SEOനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഓൺ പേജ് SEO. ഓൺ പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഓൺ ദ പേജ് ഓഫ് എ വെബ്സൈറ്റ് നമ്മൾ കുറേ ഒപ്റ്റിമൈസേഷൻ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഓൺ പേജ് SEO എന്ന് പറയുക. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്. കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമേജസ് ഉണ്ടാവും, ലിങ്ക്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ടെക്സ്റ്റ് ഉണ്ടാവും, അങ്ങനെ വീഡിയോസ് ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നൊരു പ്രോസസ്സ്. പിന്നെ അതേപോലെ തന്നെ HTMLന്റെ ടാഗ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. HTML ടാഗ് ഒപ്റ്റിമൈസേഷൻ, അതിൽ നമ്മുടെ ഹെഡ് ടാഗ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ URL ഒപ്റ്റിമൈസേഷൻ. അതൊക്കെ നമ്മുടെ ഈ HTML ടാഗ് ഒപ്റ്റിമൈസേഷനിൽ വരുന്നതാണ്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ഒപ്റ്റിമൈസേഷൻ, ഏതൊക്കെ പേജ് എവിടെയൊക്കെ വരണം, ഏതിൻ്റെ അകത്ത് ഏത് പേജ് വേണം, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ ഒപ്റ്റിമൈസ് ചെയ്തും വെക്കാം. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഓഫ് പേജ് SEO. ഓഫ് പേജ് SEO എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ പുറത്ത് ചെയ്യുന്ന കുറച്ച് ഒപ്റ്റിമൈസേഷൻ, ലൈക്ക് ബാക്ക് ലിങ്കിങ് അല്ലെങ്കിൽ ലിങ്ക് ബിൽഡിംഗ് എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ പ്രസൻസ്, നമുക്ക് കുറച്ച് സോഷ്യൽ മീഡിയ പ്രസൻസ് ബിൽഡ് ചെയ്യണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സൈറ്റേഷൻ എന്ന് പറയുമ്പോൾ ഗൂഗിളിനകത്ത് തന്നെ ലോക്കൽ SEO എന്ന് പറയും, അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയും. അതും നമുക്കൊരു മെയിൻ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെയൊക്കെ നല്ല രീതിയിൽ റാങ്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ പേജ് SEO വേഴ്സസ് ഓഫ് പേജ് SEO, അതിലെന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത്. ആദ്യമേ തന്നെ ഓൺ പേജ് SEOയിൽ പറയാന്നുണ്ടെങ്കിൽ സൈറ്റിൻ്റെ കണ്ടന്റ്, അതേപോലെ തന്നെ ഇന്റേണൽ ലിങ്കിങ്, പിന്നെ നമ്മുടെ ടൈറ്റിൽ ടാഗ് ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്, മെറ്റാ ടാഗ് ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്, ഇമേജിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും വരുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് അടുത്ത് വരുന്നതാണ് ഓഫ് പേജ് SEO. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പുറത്ത് ചെയ്യുന്ന കുറച്ച് ഒപ്റ്റിമൈസേഷനെയാണ് ഈ ഓഫ് പേജ് SEO എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ്, അതിന് കണ്ടന്റിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യും. അതും പല പല പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ വെബ്സൈറ്റിനകത്ത് ഒരു ബ്ലോഗ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ബ്ലോഗിനെ നമ്മൾ വേറെ പ്ലാറ്റ്ഫോമുകളിൽ എത്തിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ട്രാഫിക് കിട്ടും. ഓർഗാനിക് ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെയ്ഡ് അല്ലാതെ പെയ്ഡ് അല്ലാണ്ട് വരുന്ന ഫ്രീ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള അൺപെയ്ഡ് Yes. സെർച്ച് റിസൾട്ട് എന്താണ് അൺപെയ്ഡ് സെർച്ച് റിസൾട്ട് വഴി നമുക്ക് യെസ്, അൺപെയ്ഡ് ട്രാഫിക് വരും. യെസ്, കറക്റ്റ് തന്നെ ആണ്. ഓക്കെ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിപ്പെടാം. പിന്നെ ലിങ്ക്സ് ബിൽഡ് ചെയ്യാം, റിവ്യൂ സൈറ്റുകളിൽ പോയിട്ട് ലിങ്ക് ആഡ് ചെയ്യാം, പോഡ്കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു ഓഫ് പേജ് സ്ട്രാറ്റജീസ് ആണ്. അതും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീവേഡ് റിസർച്ച് ആൻഡ് പ്ലാനിങ്. നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ കുറച്ച് കീവേഡ്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെയും വെബ്സൈറ്റ്, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഷ, നമ്മളൊരു വെബ്സൈറ്റ് ചെയ്തല്ലോ, അത് ജിൻഷ എന്ത് വെബ്സൈറ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? ഞാനിപ്പോ ചെയ്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരേ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാം.
ഓക്കെ, സുഹൈറ ജോയിൻ ചെയ്തിട്ടുണ്ട്. സുഹൈറ വൈകിപ്പോയല്ലോ. അതെ സർ, ഞാൻ പുറത്തായിരുന്നു, വന്നപ്പോ ലേറ്റ് ആയി, ജസ്റ്റ് കുറച്ചൊന്ന് വൈകി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഡിന്നറൊക്കെ കഴിഞ്ഞോ? എങ്ങനാ? ഡിന്നറൊക്കെ കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ എന്നാ കുഴപ്പമില്ല. ഇപ്പൊ ഫ്രീ ആണല്ലോ. നമ്മൾ ഇന്ന് SEO എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് കടന്നു. പതുക്കനെ നമ്മൾ കുറച്ച് കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല. ആദ്യത്തെ ആ ഒരു ഇത് മിസ് ചെയ്തത് നമ്മുടെ വീഡിയോ റെക്കോർഡഡ് സെഷനിലൂടെയും കാണാം. എന്തായാലും കുഴപ്പമില്ല. നാളെ തൊട്ട് നേരത്തെ വരുമല്ലോ എല്ലാവരും. ഇന്നും വരും. ഞാന് ഇന്ന് കുറച്ച് ലേറ്റ് ആയതാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. യെസ്, അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യുമല്ലേ? എന്താണ്? നമ്മള് വേർഡ് പ്രസ്സിലേക്ക് ഓപ്പൺ ചെയ്യുമല്ലേ? നമ്മുടെ വെബ്സൈറ്റിലോട്ടേക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ, ബാക്കിയുള്ളതല്ലേ സാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മൾ SEO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ സെർച്ച് എഞ്ചിൻ്റെ ടോപ്പിൽ റാങ്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്രോസസ്സ്. അപ്പോൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് SEO. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല, ആര് പറഞ്ഞു? ഇല്ല, ഞാൻ ഉണ്ടോ? ചോദിക്കണം എവിടെ വരെ എത്തിയെന്നുള്ളത് അറിയില്ല ക്ലാസ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. നമ്മളെല്ലാവരും കറക്റ്റായിട്ട് നിൽക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇന്നൊരു ചെറിയ തിയറി ആയിരുന്നേ, ഒരു മൈനർ തിയറി. അപ്പോൾ ആ തിയറി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മൊത്തം ഫുൾ സ്വിംഗ് പ്രാക്ടിക്കൽസിലേക്ക് കടക്കും. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഒരു ബേസ് ബിൽഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായി എല്ലാവരും എത്തിയല്ലോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാഹിബ് വന്നിട്ടില്ലല്ലോ. സാഹിബ് അല്ലേ? സാഹിബ് വരുമായിരിക്കും. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ കീവേഡ് റിസർച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിലേക്ക് കിടക്കുകയാണ്. കീവേഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ വെബ്സൈറ്റിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കീവേഡിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് വെബ്സൈറ്റ് ആക്കി മാറ്റാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ കീവേഡ്സിനെ എവിടെ നിന്ന് കിട്ടും, ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എല്ലാവരും റെഡി ആണെങ്കിൽ നമ്മുടെ ചാറ്റിൽ യെസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ശീതൾ, ജോമോൻ, ജിൻഷ, സുബൈറ എല്ലാവരും റെഡിയാണ്. നമുക്കെന്നാ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മൾ പതുക്കനെ കീവേഡ് റിസർച്ചിൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം, നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആരാ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുക? എന്തായാലും സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോളൂ. ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മുമ്പിലേക്ക് വരിക. ഓക്കെ, ജോമോൻ ഷെയർ ചെയ്തിട്ടുണ്ട്. യെസ് യെസ്, ഓക്കെ ജോമോൻ. അപ്പോൾ പുതിയൊരു ടാബിലേക്ക് വന്നോളൂ. പുതിയ ഒരു ടാബിലേക്ക് വന്നോളൂ. Ctrl+T കൊടുക്കുക. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്താണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. google.com എടുത്തോളൂ കേട്ടോ. സെർച്ച് എഞ്ചിനെ നമുക്ക് തൽക്കാലം google.com എടുക്കാം. google.comനകത്ത് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്യാം. തൽക്കാലം ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. ഇവിടെ ജോമോൻ ഒന്ന് സെർച്ച് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്.
എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അത്ര മതി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അതിന്റെ താഴെ കണ്ടോ, ശീതൾ ഒന്ന് വായിക്കാവോ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നതൊക്കെ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇമേജ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് drive.google.com. അപ്പോൾ ഇതിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ സജസ്റ്റ് ആണ്. ഗൂഗിൾ തന്നെ നമുക്ക് കുറേ സജഷൻസ് തരിക ഈ ഒരു കീവേഡിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ കീവേഡ്സിനെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിനകത്ത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ തൽക്കാലം എന്താണ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ജോമോൻ സെർച്ച് ചെയ്തോളൂ, ഗൂഗിൾ ട്രെൻഡ്സ്, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ആദ്യത്തെ റിസൾട്ട് സെലക്ട് ചെയ്യുക, ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. യെസ്, ഗൂഗിൾ trends.google.comന്റെ ആ ഒരു സൈറ്റിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഡിജിറ്റൽ സ്പേസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തോളൂ. ഡിജിറ്റൽ സ്പേസ് ബാർ കൊടുത്തിട്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ കീവേഡ്സ് ട്രെൻഡിങ് എവിടെയൊക്കെയാണ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൂളിനകത്ത്. നമ്മുടെ ഗൂഗിൾ ട്രെൻഡ്സിനകത്താണത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു കീവേഡ് നമ്മളിപ്പോൾ UAE-ലാണ് ചെക്ക് ചെയ്യുന്നത്. കണ്ടോ, ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ മാറ്റിയൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ ഇതുവരെയുള്ള ഓൾ കാറ്റഗറീസും വെബ് സെർച്ചും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് സാധാരണ എല്ലാവരും സെർച്ച് ചെയ്യുന്നൊരു ഇൻട്രസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പതുക്കനെ ഒന്ന് താഴോട്ട് വരിക. അപ്പോൾ നമുക്ക് പല ഗ്രാഫും കാണാൻ പറ്റും ഈ ഒരു കീവേഡിൻ്റെ. കണ്ടോ, ഇതിപ്പോൾ March 3 11 AM 7:32 PM ഓരോ സമയങ്ങളിൽ അതിൻ്റെ ആ ഒരു ട്രെൻഡ് കയറിയും താഴ്ന്നും പോയിട്ടുണ്ട്. അതേപോലെ ജസ്റ്റ് ഒന്ന് മേളിലോട്ട് വരിക. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ആ രണ്ട് കീവേഡ്സും തമ്മിൽ അതിൻ്റെ ട്രെൻഡ്സ് നമുക്ക് അനലൈസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. പതുക്കെ താഴേക്ക് വരിക, കുറച്ചും കൂടി താഴേക്ക് വരിക. ഇൻട്രസ്റ്റ് ഓവർ ടൈം കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ ഓരോ ലൊക്കേഷൻ, ഇൻട്രസ്റ്റ് ബൈ സബ് റീജിയൻ. ഇപ്പോൾ പറയുകയാണെങ്കിൽ എവിടെയൊക്കെയാണ്, ദുബായിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും സെർച്ച് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ അജ്മൻ, ഷാർജ, അബുദാബി എല്ലായിടത്തും ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രെൻഡാണ് ഇവിടെ കാണുന്നത്. പിന്നെ പതുക്കനെ താഴേക്ക് വരിക. ഇവിടെ ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് കാണാൻ പറ്റും. റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, അത് ആണ് കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സും സെർച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പതുക്കെ താഴേക്ക് വരിക. അങ്ങനെ ഡിഫറെൻറ്റ് കീവേഡ്സ് നമുക്ക് ഇതിനകത്ത് അനലൈസ് ചെയ്യാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടിപ്സും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കീവേഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക.
അപ്പോൾ നമ്മുടെ ഗൂഗിൾ ട്രെൻഡ്സിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് പുതിയൊരു ടാബ് എടുക്കാം. പുതിയൊരു ടാബ് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും നോട്ട് ഡൗൺ ചെയ്യുക. നമ്മുടെ അടുത്തൊരു ടൂളാണ് ഗൂഗിൾ കീവേഡ് പ്ലാനർ. അതൊന്ന് സെർച്ച് ചെയ്യുക കേട്ടോ, ഗൂഗിൾ കീവേഡ് പ്ലാനർ. ഗൂഗിൾ കീവേഡ് പ്ലാനർ സെർച്ച് ചെയ്തോളൂ, എൻ്റർ കൊടുക്കുക. ഇതല്ല, ഒരു കാര്യം ചെയ്യുക, എല്ലാവരും google.com എടുത്ത് അതിനകത്ത് ഗൂഗിൾ കീവേഡ് പ്ലാനർ സെർച്ച് ചെയ്യുക. ഇതിപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ബിങ് വന്നുകൊണ്ടാണ് അങ്ങനെ. മേളിൽ തന്നെ കണ്ടോ bing.com, അവിടെ കൊടുക്കുക google.com എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ല ജോമ, അത് google.com അല്ലേ എടുത്തേക്കണേ? ഓക്കെ. അതിൽ ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഗൂഗിൾ.com എടുക്കൂ ജോമോൻ. മേലിലെ bing.com ക്ലിക്ക് ചെയ്തേ. bing.com ക്ലിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ google.com എന്ന് പറഞ്ഞു കൊടുക്കുക. അതിന്റെ മേളിൽ ജോമോൻ ശ്രദ്ധിക്കണം. യെസ്, കറക്റ്റ്, അവിടെ തന്നെ. അതിൽ ഒന്ന് സെർച്ച് ചെയ്തോളൂ. ജോമോൻ, അങ്ങനെയല്ല. google.com താഴോട്ട് വന്നേ, താഴോട്ട് വന്നേ. അത് ക്ലിക്ക് ചെയ്തോളൂ, ആ ഗൂഗിളിനെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെർച്ച് ചെയ്യാം ഗൂഗിൾ കീവേഡ് പ്ലാനർ. ഇതിനകത്ത് ആദ്യം കാണുന്ന റിസൾട്ട് സെലക്ട് ചെയ്യുക. ഫൈൻഡ് യുവർ ക്യാമ്പയിൻ കീവേഡ്സ് വിത്ത് കീവേഡ് പ്ലാനർ. ഓക്കെ, ഓക്കെ. അതിനെ നമുക്കൊന്ന് സൈൻ ഇൻ കൊടുക്കാം. ഏറ്റവും ടോപ്പിൽ നമുക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം.
കൺഫേം യുവർ അക്കൗണ്ട് സെറ്റിംഗ്സ് പതുക്കെ താഴേക്ക് വരിക. അതിന് കണ്ടിന്യൂ കൊടുത്തോളൂ. ജോമോൻ കട്ടായി പോയി. ജോമോൻ കട്ടായി പോയി. ഒന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാവോ? ഇതില് പേയ്മെന്റിന് ഏറ്റവും താഴെ സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എല്ലാവരും ശ്രദ്ധിക്കുക. ബിസിനസ് നെയിം ഒന്നും കൊടുക്കണ്ട. അതിന്റെ താഴെ സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് യുവർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു അല്ലേ? അതിൽ പതുക്കനെ ഒന്ന് താഴോട്ട് വരൂ. വളരെ പതുക്കെ താഴോട്ട് വരൂ. ഇവിടെ കണ്ടോ, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വിത്തൗട്ട് എ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് നീല കളറിൽ നമുക്ക് തൊട്ട് താഴെ ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടേ. സാർ എനിക്ക് പേജ് കിട്ടിയില്ല. ഒരു മിനിറ്റ്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വിത്തൗട്ട് എ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. ജോമോൻ. സുഹൈറ ഒറ്റ മിനിറ്റ് കേട്ടോ, നമുക്ക് ഷെയർ ചെയ്യാമേ. ഇതിൽ നമ്മുടെ ബില്ലിംഗ് കൺട്രി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പതുക്കെ താഴേക്ക് വന്നോളൂ. UAE കറൻസി AED ദിർഹം. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. ജോമോന്റെ അക്കൗണ്ട് ഇപ്പോൾ റെഡിയാവും. എൻ്റെ അക്കൗണ്ട് ആൻഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ്. ഇപ്പോൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. പതുക്കെ ഒന്ന് താഴോട്ട് വരിക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു UAE-യിലായതുകൊണ്ടായിരിക്കാം പേയ്മെന്റ് ഡീറ്റെയിൽസ് വരുന്നത്. സാധാരണ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ആണ് വരുന്നത്. ബട്ട് നോ വറീസ്, ഞാൻ നോക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നമുക്കൊരു 2 മിനിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സുഹൈറ അല്ലേ ഡൗട്ട് ചോദിച്ചേ? സുഹൈറ ഒന്ന് ഷെയർ ചെയ്തോളൂ. സാറേ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ? യെസ് ചെയ്തോളൂ. ഇതിലെല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അക്കൗണ്ട് ആയിട്ടാണ് വരുന്നത്. സാറെ കാണുന്നുണ്ടോ? യെസ്, സ്ക്രീൻ വിസിബിൾ ആണ്. ബട്ട് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. മറ്റേ എക്സ്പേർട്ട് മോഡൊക്കെ സെലക്ട് ചെയ്തിട്ടല്ലേ നമ്മളിപ്പോൾ ചെയ്തേ? സുഹൈർ. സാറേ ഇതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് സൈൻ ഇൻ കൊടുക്കൂ. സൈൻ ഇൻ. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ ഡയറക്റ്റ് അങ്ങനെ ആ ഒരു പേജിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെ അല്ലേ? ഇവിടെ ബിസിനസ് നെയിം എന്ത് വേണേലും കൊടുക്കാവോ? അത് നമ്മൾ നേരത്തെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്തതാണോ കൊടുക്കേണ്ടത്? നമുക്കിപ്പോൾ ബിസിനസ് നെയിം കൊടുക്കണ്ട. അതിന്റെ താഴെ കണ്ടോ സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ? ഓക്കെ. അതിലേക്ക് വരിക. അതിന്റെ താഴെ
ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വിത്തൗട്ട് എ ക്യാമ്പയിൻ എന്ന് പറഞ്ഞുണ്ടോ? ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ നീല കളറിൽ താഴെയായിട്ട് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ അതിലോട്ട് വന്നോളൂ. യെസ്, ഓക്കെ. അപ്പൊ ബില്ലിംഗ് കൺട്രി, ടൈം സോൺ, കറൻസി എല്ലാം നമ്മൾ കണ്ടു. അതിനെ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇതിലിപ്പോ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഫോർ ദ ടൈം ബീയിങ് ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ക്രീൻ വിസിബിൾ ആണല്ലോ. എനിക്ക് ഇതിനകത്ത് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു, പക്ഷെ അത് റിയാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുക. ഡീആക്റ്റീവ് എന്ന് പറഞ്ഞു. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായിരുന്നോ അതിനകത്ത്? ഇല്ല, ഓൾറെഡി അക്കൗണ്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. മുകളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണം. യെസ് പ്ലീസ്, ഒന്ന് ഷെയർ ചെയ്തോളൂ, നമുക്കൊന്ന് നോക്കാം. ഇത് കറക്റ്റ് ആണോന്നൊന്നും അറിയില്ല, ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. കാണാവോ? ഇത് കറക്റ്റ് ആണല്ലോ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങോട്ട് വന്നതാ ചെയ്തത്, ഒന്നും ചെയ്തിട്ടില്ല. സൈൻ ഇൻ ഇത് കൊടുത്ത് account- ഇങ്ങനെ വന്നു. ഓക്കെ ഓക്കെ, ഓൾറെഡി പണ്ടെങ്ങാണ്ടോ ചെയ്തതായിരിക്കാം. ഇല്ല, ഞാൻ ഇതിനും സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല. മേ ബി ഈ ഒരു ഇമെയിൽ ഐ ഡി ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. യൂട്യൂബിന്റെ ആഡ് വല്ലതും ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അതൊരു പ്രാവശ്യം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ആ, ജനറേറ്റ് ആയി വന്നതാണ്. ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റഡ് ആയതാണ്. ഓക്കെ. ഓക്കെ, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് റീആക്ടിവേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. മുകളിൽ അല്ലേ? യെസ്. ഇതാണോ കൊടുക്കേണ്ടത്? റിയാക്റ്റീവ് മൈ അക്കൗണ്ട്. റീആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും മുകളിൽ റെഡ് കളറിലൊരു ഇത് കണ്ടോ? അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം താഴത്തെയാണോ? അതിനുശേഷം യെസ്, റീആക്ടിവേറ്റ് മൈ അക്കൗണ്ട് കൊടുക്കാം. ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ ആക്ടിവേറ്റ് ആവട്ടെ. ഐ എം നോട്ട് എ റോബോട്ട് കൊടുക്കുക. ഓക്കെ, മേളിലോട്ട് വരിക, മേളിലോട്ട് വരിക. റെഡി ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട്. ഇപ്പോ ജിൻഷയുടെ അക്കൗണ്ട് റെഡിയായി. അപ്പോൾ വേറെ എല്ലാവർക്കും ആയിട്ടുണ്ടോ? ഇത് ഫുൾ സ്ക്രീൻ ആക്കിക്കോളൂ ജിൻഷ. ആയിട്ടില്ല സാർ. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ് ജിൻഷയുടെ അക്കൗണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന ഒരു രീതിയിലാക്കി മാറ്റാം. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ്സ് നമ്മുടെ ചാറ്റിലേക്ക് ഒന്ന് ഇട്ടുവോ? എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് ഇടണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ചാറ്റിലേക്ക് ഇട്ടുവോ? ഓക്കെ, ശീതൾ ഇമെയിൽ അഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ
ജിൻഷ, അപ്പൊ ജിൻഷയുടെ അക്കൗണ്ടിനകത്ത് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു ആക്സസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലവറിന്റെ സിമ്പിൾ കണ്ടോ, ചക്രം പോലെ. കണ്ടു. അതിനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ തന്നെ മേളിൽ ആക്സസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് മേളിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആക്സസ് ആൻഡ് സെക്യൂരിറ്റി. അതിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എല്ലാവരുടെയും ആക്സസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആ പ്ലസ് കണ്ടോ, വട്ടത്തിനകത്തൊരു പ്ലസ്, കണ്ടു. അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ആദ്യത്തെ ഇമെയിൽ അഡ്രസ്സ് കോപ്പി ചെയ്യുക. ശീതളിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ആണ് ആദ്യം കിടക്കുന്നത്, അതൊന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് നമുക്കിപ്പോൾ ആക്സസ് എക്സ്പയേഴ്സ് ഇൻ 1 month, നമുക്ക് തൽക്കാലം 1 മാസത്തേക്ക് ഒരു ആക്സസ് കൊടുക്കാം. അല്ലെങ്കിൽ 2 monthsന്റെ ഇത് കൊടുത്തോളൂ. നെവർ മാറ്റിയിട്ട് കണ്ടോ, നെവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ മേളിൽ. കണ്ടു. അവിടുന്ന് ഇപ്പൊ മാർച്ച്, ഇന്നത്തെ ഡേറ്റ് എത്രയാണ്, മാർച്ച് 3-ാം തീയതി അല്ലേ? 3. അപ്പോ മാർച്ച് 3, ഏപ്രിൽ 3, മെയ് 3-ാം തീയതി വരെ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യാം. ആ റൈറ്റ് സൈഡിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞുണ്ടോ, അവിടെ അഡ്മിൻ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും, എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ ദ ടൈം ബീങ് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്സസ് കൊടുത്ത് താഴേക്ക് വരിക. എന്നിട്ട് ആ സെൻഡ് ഇൻവിറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ കൺഫേം എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തുകൊണ്ട് നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, അതിൽ 66 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഫോൺ ഉണ്ടോ കയ്യിൽ? ഫോൺ കയ്യിലുണ്ട്. അതിലെന്തെങ്കിലും പുഷ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ? ഒന്നും വന്നില്ലല്ലോ. ഒന്നുകൂടെ റീസെന്റ് കൊടുത്തു നോക്കട്ടെ. ഓക്കെ ഓക്കെ. ആ ഫോൺ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്ക്. സാർ അത് യൂട്യൂബ് ആപ്പ് ഓണാക്കി നോക്കുമ്പം നോക്കട്ടെ. എന്താണ്? യൂട്യൂബ് ആപ്പ് ഒന്ന് ഫോണിൽ ഓപ്പൺ ആക്കി നോക്കിയ ആപ്പ്. ഓപ്പൺ ദ യൂട്യൂബ് ആപ്പ്. ഓക്കെ, യൂട്യൂബ് ആപ്പ് ആണ് ഓപ്പൺ ആക്കുന്നത് കേട്ടോ. ഓപ്പൺ ആക്കി കൊടുത്തു ഞാൻ. ഓക്കെ ഓക്കെ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പതുക്കനെ സെൻഡ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം, നീല കളറിലൊരു ബട്ടൺ. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ശീതളിന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, അത് നമ്മൾ ഷെയർ ചെയ്തൊന്ന് കാണിക്കാം. ജിൻഷ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ, ശീതൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. സാർ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് കാണുന്നുണ്ട്. ഓക്കെ, ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ ടു ആക്സസ് ഗൂഗിൾ ആഡ് അക്കൗണ്ട്. അതിനെ സെലക്ട് ചെയ്തിട്ട് ആക്സസ് കൊടുക്കുക താഴെ. അക്സെപ്റ്റ് ചെയ്യട്ടെ? യെസ്, ആക്സെപ്റ്റ് ചെയ്തോളൂ. കണ്ടിന്യൂ ആക്കട്ടെ? ഓക്കെ.
അതിൽ നമ്മുടെ തന്നെ സ്വന്തം ഇമെയിൽ അഡ്രസ്സും നമ്മുടെ തന്നെ സ്വന്തം പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ഇല്ല, it's നമുക്ക് അടുത്ത കുഴപ്പമില്ല. അല്ല, നമുക്ക് ജിൻഷേനെ കൊണ്ട് അടുത്ത ഓക്കെ ആൾക്ക് ഓക്കെ ആക്സസ് കൊടുക്കാം. സ്റ്റോപ്പ് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, എന്നാൽ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, കോഡ് ഫോണിൽ വന്നിട്ടുണ്ട്. യെസ് യെസ്. അതില് ഇതിപ്പോ ഓൾറെഡി ഓൺ ആണല്ലോ. അപ്പോൾ തൽക്കാലം കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്തോളൂ. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ലെഫ്റ്റ് ആരോ കണ്ടോ? ഉണ്ടല്ലോ. അവിടെ ആ ലെഫ്റ്റ് ആരോയില് ക്ലിക്ക് ചെയ്യുക. ഇതോ? യെസ്. ഇതല്ലേ സെറ്റിങ്ങിന്റെ അവിടെ? അതല്ല, അതിന്റെ മേളിലൊരു ലെഫ്റ്റ് ആരോ ആയിട്ട് കണ്ടോ? ടു സ്റ്റെപ്പ് ടു വെരിഫിക്കേഷൻ. സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എഴുതിയതിന്റെ അടുത്ത്. ആ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യും? ഓക്കെ, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. പുതിയ ടാബിലേക്ക് വരിക. നമുക്ക് ads.google.com എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ സാർ, ഇത് ഓക്കെ ഓക്കെ, 1 സെക്കൻഡ്. എന്താ ചെയ്യേണ്ടത്? ഗൂഗിളിലല്ലേ വരാനുള്ളത്? അതെ അതെ, അവിടെ തന്നെ സെർച്ച് ചെയ്തോളൂ, ads.google.com. ഇതാണോ സാർ? ഇതാണോ? ഹലോ, ഹലോ ഹലോ. എൻ്റർ ചെയ്യട്ടോ അതോ താഴത്തെ ഡബ്ല്യൂ എൻ്റർ കൊടുത്തോളൂ, എൻ്റർ കൊടുത്തോളൂ. ആദ്യത്തെ റിസൾട്ട് സ്പോൺസേർഡ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എടുക്കുക. ഇതാണോ സാർ? ഇതാണോ? യെസ് യെസ് യെസ്, അത് തന്നെ. അതിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി എന്താ വേണ്ട? ഓക്കെ, അതിന് സൈൻ ഇൻ കൊടുക്കുക കേട്ടോ.
ഓക്കെ. സൈനിങ് കൊടുത്തിട്ട് ഏറ്റവും താഴെയുള്ള 8850 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് കണ്ടോ? അതെ. അതിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കയറാൻ പറ്റി. ഇതിൽ close ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് Get കൊടുക്കാം. started. യെസ്. ഓക്കെ, ശീതളിന്റെ റെഡിയായി. ശീതൾ അപ്പൊ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ജിൻഷ്. ഓക്കെ. ഓക്കെ, ജിൻഷ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ആക്സസ് കൊടുക്കാം. ഇതില് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ്സ് എടുക്കുക. അടുത്തത് സുഹേറയുടെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടല്ലേ? അത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ആ, എന്നിട്ട് ആഡ് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വരെ കൊടുക്കുക അല്ലെ? ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, സെൻഡ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ സുഹേറയ്ക്ക് ഇപ്പോൾ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്തേക്കാം. സുഹേറ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ സർ. ഓക്കെ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ജോമോന്റെ ഇമെയിൽ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ജോമോന്റെ ഇമെയിൽ അഡ്രസ്സും ഇതേപോലെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ജോമോന് ആക്സസ് കൊടുക്കാം. സ്റ്റാൻഡേർഡ് ആക്സസ് കൊടുത്തിട്ട് സെൻഡ് ഇൻവൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. കൊടുത്തു. കൊടുത്തിട്ടുണ്ട്. സാറേ ഇതിനകത്ത് അക്സെപ്റ്റ് ഇന്നോവേഷൻ ആണോ ചെയ്യണ്ടേ? ആക്സെപ്റ്റ് ഇൻവിറ്റേഷൻ ഒന്ന് ജിൻഷ ഒന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ. ഷെയർ. ഓക്കെ. ഓക്കെ, ജോമോൻ ഒന്ന് ഷെയർ ചെയ്തോളൂ. സുഹേറ എങ്ങനെയുണ്ട്? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സാറെ നമ്മുടെ മെയിലിൽ പോയിട്ട് നമ്മൾ അത് അത് വെറുതെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഫോണിൽ ചെയ്യണോ അതോ ലാപ്പിൽ തന്നെ ചെയ്യാനാണോ? ലാപ്പിൽ തന്നെ ചെയ്തോളൂ. ഒരു മിനിറ്റ്, നമുക്ക് അല്ലെങ്കിൽ സുഹേറേനെയും കൂടി ഷെയർ ചെയ്യണം. ജോമോൻ ഒന്ന് പെട്ടെന്ന് തന്നെ ജിമെയിൽ എടുത്തോളൂ. അതല്ല, അപ്പുറത്തെ പേജ് ഓൾറെഡി നമ്മൾ ഒരെണ്ണം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ കുറെ പേജ് തുറന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത പേജൊക്കെ ക്ലോസ് ചെയ്തേക്കാം. യെസ്, അതിന് ആക്സെപ്റ്റ് ഇൻവിറ്റേഷൻ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുക.
ഓക്കെ, സെറ്റപ്പ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് OTP വരും, അതിനെ വെരിഫൈ ചെയ്യണം. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ലോഗിൻ ചെയ്യാം, പാസ്വേഡും കൊടുക്കുക. ടേൺ ഓൺ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അത് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ആ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മേളത്തെ ടു സ്റ്റെപ്പ് ഇത് കണ്ടോ, അവിടെ ഒരു ലെഫ്റ്റ് ആരോ കണ്ടോ, അതിൻ്റെ മേളിൽ. യെസ്, അതിനെ സെലക്ട് ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. ഇനി ആ മേളിലുള്ള കുറേ ടാബില്ലേ, വേണ്ടാത്തതൊക്കെ ക്ലോസ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ക്ലോസ് ചെയ്തോ, എല്ലാം പോട്ടെ, ക്ലോസ് ആക്കിക്കോളൂ. അത് തന്നെ, യെസ്, കറക്റ്റാണ്. എല്ലാം ക്ലോസ് ചെയ്യുക, അതൊന്നും വേണ്ട, എല്ലാം മാറ്റാം. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ വെക്കുക. ഇനി പുതിയൊരു ടാബിൽ വന്നിട്ട് ads.google.com എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ads.google.com. അതിൽ സ്പോൺസേർഡ് അല്ലാത്ത റിസൾട്ട് എടുക്കുക. യെസ്, കറക്റ്റ് ആണ്. അതിനെ സെലക്ട് ചെയ്യുക. അവിടെ സൈൻ ഇൻ കൊടുത്തു. അവിടെ താഴെ ഗൂഗിൾ ആഡ്സിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞുണ്ട്, ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്. അതല്ല, 850 എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് വന്നിട്ടുണ്ട് അല്ലേ, അതിനെ സെലക്ട് ചെയ്യുക. അതാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളൊരു അക്കൗണ്ട്. നമുക്കിനി ഇതിൻ്റെ കൂടെ തന്നെ തൽക്കാലം താഴോട്ട് വരിക. സെറ്റപ്പ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്നും കൂടി കൊടുത്തിട്ട് ആഡ് യുവർ ഫോൺ നമ്പറും കൂടി ആഡ് ചെയ്ത് OTP ഒക്കെ വരും. ജോമോൻ സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ, സുഹൈറ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. സുഹൈറയുടെ റെഡി ആയല്ലേ? അതിൽ ടേൺ ഓൺ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ആഡ് ഫോൺ നമ്പർ കണ്ടോ, റൈറ്റ് സൈഡിൽ മേളിൽ. ഓക്കെ.
സാർ ഓക്കെ ആയോ? ഓക്കെ ഓക്കെ. അപ്പോൾ പുതിയൊരു ടാബിലേക്ക് വരിക, ads.google.com എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. എന്തായിരുന്നു സാറേ? ads ads.google.com എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യാം. യെസ്, സൈൻ ഇൻ എന്ന് പറഞ്ഞു കൊടുത്തോളൂ. സൈൻ ഇൻ. അപ്പോൾ ഇതിനകത്ത് 850 എന്ന് പറഞ്ഞ് വരുന്ന നമ്പറാണ് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്. അത് സെലക്ട് ചെയ്തു. ഓക്കെ. സാർ ഇതിനകത്ത് ഡൺ എന്ന് കാണിക്കുന്നത്, അപ്പൊ അത് ഇതായതാണ്, അത് ചെയ്യണോ? എന്ത് ഡണ്ണാണ്? എന്ത് ഡൺ? ഗൂഗിൾ പ്രോംപ്റ്റ്, പിന്നെ ഫോൺ നമ്പർ. ആ, നമ്പറൊക്കെ കൊടുത്തല്ലോ അല്ലേ? ആ ആ ഓക്കെ ഓക്കെ. ജോമോൻ അപ്പോൾ ഒരു പുതിയ ടാബിലേക്ക് വരിക. എന്നിട്ട് ആക്കട്ടെ സാർ. ഒരു മിനിറ്റ് എന്ത് ഡണ്ണാന്നൊന്ന് നോക്കണം. സുഹേറ ഒന്ന് ഇത് ചെയ്തോളൂ. സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ജോമോൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. സാർ കാണാമോ? ഓക്കെ, ജോമോൻ ഡൺ കൊടുത്തോളൂ കേട്ടോ. ഡൺ കൊടുത്തിട്ട് നമുക്ക് ads.google.com വരാം. ഓക്കെ. ഓർഗാനിക് റിസൾട്ടിലേക്ക് വരിക. യെസ്. ഇനി എന്ത് ചെയ്യണം സുഹൈറ? നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മളിനി സൈൻ ഇൻ ചെയ്യുമല്ലേ? യെസ് യെസ്, സൈൻ ഇൻ ചെയ്യുവാണ്. ചെയ്തോളൂ, സൈൻ ഇൻ കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്ത് ആ നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്യും. 850 രണ്ടാമതല്ലോ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്, അത് ക്ലിക്ക് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരു അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റി അല്ലേ? ഇങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക, പറയുക. എല്ലാവരുടെയും അക്കൗണ്ട് കയറാൻ പറ്റി. ഓക്കെ, അതിപ്പോൾ ക്ലോസ് ചെയ്തോളൂ ജോമോൻ. ജോമോൻ ക്ലോസ് ചെയ്തിട്ട് ലീവ് കൊടുക്കുക, ലീവ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിനകത്ത് കീവേഡ്സിനെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ, താഴോട്ട് വരിക.
നമുക്ക് ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്പാനറും അതേപോലെ ഒരു ചുറ്റികയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണത്. ആ ടൂൾസിൽ വരുവാണെങ്കിൽ നമുക്ക് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് വരാൻ പറ്റും. പ്ലാനിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരാം. ആ പ്ലാനിങ്ങിനെ സെലക്ട് ചെയ്തോളൂ. എന്നിട്ട് നോട്ട് ഡൗണും കൂടി ചെയ്യാം കേട്ടോ എല്ലാവരും. നമുക്ക് അതിനകത്തൊരു കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനെ സെലക്ട് ചെയ്യുക. എല്ലാവരും കീവേഡ് പ്ലാനറിലേക്ക് വരിക. ടൂൾസ്, പ്ലാനിങ്, കീവേഡ്. കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞ് അപ്പൊ അതിനെ ഗോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഡിസ്കവർ ന്യൂ കീവേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ഡിസ്കവർ ന്യൂ കീവേഡ്. ഡിസ്കവർ ന്യൂ കീവേഡിലേക്ക് വരിക. അതിനെ സെലക്ട് ചെയ്തോളൂ ജോമോൻ, ഡിസ്കവർ ന്യൂ കീവേഡ്. അപ്പോൾ എല്ലാവരും ചെയ്തെങ്കിൽ നമ്മളിപ്പോൾ എന്ത് കീവേഡാണ് ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണല്ലേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കീവേഡ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കീവേഡ്സ് ഒക്കെ ചേഞ്ചസ് വരും. നമ്മളിപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറഞ്ഞ കീവേഡിനെ സെർച്ച് ചെയ്യുകയാണ്. തൽക്കാലം അവിടെ സെർച്ച് ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇനി പതുക്കനെ താഴേക്ക് വരാൻ നമുക്ക് മൾട്ടിപ്പിൾ കീവേഡ്സ് ഒക്കെ കൊടുക്കാം. തൽക്കാലം ഇപ്പോൾ ഒരെണ്ണം മതി. എന്നിട്ട് പതുക്കെ താഴേക്ക് വരുമ്പോൾ അവിടെ കണ്ടോ ഗെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ആ ഗെറ്റ് റിസൾട്ടിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ കുറേ കീവേഡ്സ് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കീവേഡ്സ് കിട്ടിയല്ലോ. നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ താഴേക്ക് വരുമ്പോൾ എത്ര കീവേഡ്സ് ഉണ്ടെന്നാ പറയുന്നത് ഇവര്? 866 കീവേഡ്സ് ഉണ്ട് അല്ലേ ജോമോന്റെ? അത് ഫസ്റ്റ് തന്നെ സ്ക്രോൾ ചെയ്ത് അങ്ങ് പോയി. ജോമോൻ, എനിക്ക് തോന്നുന്നു ജോമോന്റെ ലാപ്ടോപ്പിന്റെ റെസൊല്യൂഷൻ കുറച്ച് കൂടുതലാണോ എന്തോ. നോട്ടിഫിക്കേഷൻസിന്റെ മേളിലേ ഒരു 3 കുത്ത് കണ്ടോ? അതിനെ ഒന്ന് സൂം ഔട്ട് ചെയ്യാവോ? ഒരു 80 ഒക്കെ മതി. ഓക്കെ,
ഇനി കുറച്ച് അതെ കണ്ടോ, ആഡ് ഫിൽറ്റേഴ്സിന്റെ നടുക്ക് 866 കീവേഡ് ഐഡിയാസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിന്റെ അവിടെ. അപ്പോൾ അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ടോപ്പിൽ ഡൗൺലോഡ് കീവേഡ് ഐഡിയാസ്. എല്ലാവരുടെയും പ്ലാറ്റ്ഫോമിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഡൗൺ ആരോ ആയിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഡൗൺലോഡ് കീവേഡ് ഐഡിയാസ് എന്ന് പറഞ്ഞ്. അതിനകത്ത് ഗൂഗിൾ ഷീറ്റും അതേപോലെ .csv ആണ് ഇരിക്കുന്നത് അല്ലേ? .csv നമുക്ക് ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഡൗൺലോഡ് ടു ഗൂഗിൾ ഷീറ്റ്, അതിനെ നമുക്കൊന്ന് ഡൗൺലോഡ് കൊടുക്കാം. ഹലോ, ഹലോ. എനിക്ക് ഡൗൺലോഡ് കീവേഡ്സിന്റെ അത് കണ്ടില്ല. ഓക്കെ, അവിടെ നീല കളറിൽ എന്തെങ്കിലും ഒരു ഡൗൺ ആരോ ഉണ്ടോ? നീല കളറിലൊരു റൈറ്റ് സൈഡിൽ മേളിലായിട്ട് ഒരു ആരോ അല്ലേ 1 എന്ന് എഴുതിയിരിക്കുന്നതാണോ? യെസ്. ജോമോൻ അതെന്താ ഇങ്ങനെ നിൽക്കുന്ന? ട്രാൻസ്ലേറ്റ് കൊടുത്തേ. എന്നിട്ട് പെട്ടെന്ന് ഇമെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തു. ജോമോന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത് കാണാൻ പറ്റുന്നില്ല. സാർ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. എനിക്കിത് ഒരു മിനിറ്റ് ഓരോരുത്തരായിട്ട് ചെയ്യാം. ഒറ്റ മിനിറ്റ്, ജോമോന്റെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ജോമോൻ കൺഫ്യൂഷൻ അടിക്കും. എല്ലാവരുടെയും കൺഫ്യൂഷൻ ഒരേ ലെവലിൽ മാറണം, എന്നാലേ നമുക്ക് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ജോമോൻ, ഏറ്റവും താഴെ കണ്ടോ ഓപ്പൺ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്, അതിനെ സെലക്ട് ചെയ്തോളൂ. വരട്ടെ. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി ജോമോൻ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക, സ്ക്രീനിൽ നോക്കിയിരിക്കുക. നമ്മുടെ സ്ക്രീൻ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ അടുത്ത ആരാ പറഞ്ഞേ? ശീതളല്ലേ? അതെ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. നമ്മുടെ ഓക്കെ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു അത് കാണുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഏറ്റവും താഴെ ഒരു സ്ക്രോൾ ബാർ കണ്ടോ, ഗ്രേ കളറിൽ? റൈറ്റ് അല്ല, താഴെ സെന്ററിൽ താഴെ. യെസ്, അതിന് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്തോളൂ. അവിടെ വന്നിട്ടില്ല. അപ്പോൾ അതിന്റെ താഴെയുള്ള സ്ക്രോൾ ബാറിനെ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക. അതെ, അറ്റത്ത് മേളിൽ കണ്ടോ? കണ്ടു. ഡൗൺലോഡ് ചെയ്യട്ടെ. യെസ്, അവിടെ സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തോളൂ. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. നമ്മുടെ സ്വന്തം ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് വരട്ടെ. അതിനകത്ത് നമുക്കിപ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അതെ, ഓപ്പൺ ഷീറ്റ് കണ്ടോ? അതിനെ ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ശീതളിന്റെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സുഹൈറ, ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റും. ഓക്കെ, ജിൻഷ എങ്ങനെയുണ്ട്? ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാ ജോമോൻ തന്നെ ഷെയർ ചെയ്തോളൂ. എന്നിട്ട് നമ്മുടെ ഗൂഗിൾ കീവേഡ്സിലേക്ക് തിരിച്ചു വരാം. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിലെ ടാബ് നമ്മൾ ഓൾറെഡി തുറന്നു വെച്ചിരിക്കുന്നു. ഓക്കെ, അവിടെ ആ റൈറ്റ് സൈഡിൽ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഗോട്ട് ഇറ്റ്. അതേപോലെ തന്നെ അതിൻ്റെ നടുക്ക് ഹൈഡും കൂടി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കുറേ കീവേഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റെസൊല്യൂഷൻ ഒന്ന് കുറച്ചോളൂ കേട്ടോ, 80 ആക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഓക്കെ. അപ്പോൾ ഇതിൽ കണ്ടോ, നമുക്ക് എൻ്റെയും ബീൻ്റെയും നടുക്കായിട്ടൊരു വര കണ്ടോ?
ആൽഫബറ്റ്സ് ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ AB എന്ന് പറഞ്ഞൊക്കെ കാണാം. അതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ട് ഒരു വര, എൻ്റെയും ബിൻ്റെയും നടുക്കാണ്, അതിൻ്റെ താഴെയല്ല. ആ നടുക്ക് വരുമ്പോഴേക്കും നമുക്കൊരു ആരോസ് ഒക്കെ വന്നു. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യൂ. 2 തവണ ഒന്ന് ക്ലിക്ക് ചെയ്തേ കീബോർഡിൽ, മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. അടുത്തത് ഇതേപോലെ തന്നെ സിൻ്റെയും ഡിൻ്റെയും നടുക്കായിട്ടൊരു വര കണ്ടോ? അതിനെയും കൂടി സെലക്ട് ചെയ്ത് ഒന്ന് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഇത് മതി. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കീവേഡ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം കൂടുതലായിരിക്കണം. ഓക്കെ, എഴുതിയെടുക്കുക. നമ്മളൊരു കീവേഡിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം ഷുഡ് ബി ഹൈ. അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ഷുഡ് ബി ലോ. കണ്ടോ, നമുക്ക് എഫിൻ്റെ അകത്ത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് കാണാം, സിൻ്റെ അകത്ത് ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും എഴുതിയെടുക്കുക. എല്ലാവർക്കും എഴുതാൻ പറ്റിയല്ലോ അല്ലേ? അതെ. സാർ ഒന്നുകൂടി പറയാമോ, എന്താണ് ആവറേജ് മന്ത്ലി കീവേഡ്സ്? ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം ഷുഡ് ബി ഹൈ. അതേപോലെ വേറെന്താ? കോമ്പറ്റീഷൻ ഷുഡ് ബി ലോ. കട്ടായിപ്പോയി. ഓക്കെ സാർ. ജോമോൻ കട്ടായിപ്പോയല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് കണ്ടോ? നമുക്ക് പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് വരൂ. അവിടെ ഒരു പ്ലസ്, ആഡ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ഷീറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീവേഡിനെ സോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൈമറി കീവേഡ്സ് ഫോർ SEO ടൈറ്റിൽ. എന്റെ താഴെ എഴുതുക പ്രൈമറി കീവേഡ്സ്. എഴുതിക്കോളൂ. എന്റെ താഴെ എഴുതിക്കോളൂ പ്രൈമറി കീവേഡ്. പിന്നെ ബീന്റെ താഴെ ഫോർ SEO ടൈറ്റിൽ. SEO ആണ് എഴുതുക. SEO. പ്രൈമറി കീവേഡ്സ് ഫോർ SEO ടൈറ്റിൽ. ഇനി വെറുതെ എൻ്റർ കൊടുത്തിട്ട് എൻ്റെയും ബീൻ്റെയും നടുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, നേരത്തെ നമ്മൾ ചെയ്ത പോലെ. ഓക്കെ. അതേപോലെ തന്നെ ഒരു 6 ലൈൻ വിട്ടിട്ടേ, ഒരു 6 ലൈൻസ് വിട്ടിട്ട്, ഒരു 6 കോളം വിട്ടിട്ട് താഴോട്ട് വന്നിട്ട് അവിടെ എഴുതുക സെക്കൻഡറി കീവേഡ്സ്.
ഫോർ സെക്കൻഡറി കീവേഡ്സ് ഫോർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇതൊക്കെ എന്താണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നതെന്ന് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കീവേഡിനെ സോർട്ട് ചെയ്ത് വെക്കുക എന്ന് മാത്രം. സെക്കൻഡറി കീവേഡ്സ് ഫോർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ. പിന്നെ ഒരു 6 ലൈനും കൂടി വിട്ടിട്ട് കണ്ടന്റ് ഐഡിയ കീവേഡ്സ്. നേരത്തെ ആ ഒരു 6 ലൈൻ വിടുക. കണ്ടന്റ് ഐഡിയ കീവേഡ്സ് ഫോർ ബ്ലോഗ്. അതും കൂടി നമുക്ക് എഴുതാം. ഇനി ഒരു 6 ലൈനും കൂടി വിട്ടിട്ട് LSI കീവേഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. 6 ലൈൻ വിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോ ശ്രദ്ധിക്കണം. എൻ്റർ കൊടുത്തേ ജോമോൻ. ഇനി പതുക്കെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നേ. LSI കീവേഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തോളൂ. ലേറ്റന്റ് സെമാൻറ്റിക് ഇൻഡെക്സിങ് കീവേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനോണിംസ് എന്ന് പറയും. സെയിം മീനിങ് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീവേഡ്സിനെ നമുക്ക് സിനോണിംസ് എന്ന് പറയാം. LSI കീവേഡ്സ് ലേറ്റന്റ് സിമാൻറ്റിക് ഇൻഡെക്സിങ് എഴുതിക്കോളൂ. അതിൻ്റെ ഫുൾ ഫോമും കൂടി എഴുതുക. ലേറ്റന്റ് സിമാൻറ്റിക് ഇൻഡെക്സിങ്. വേണമെങ്കിൽ അത് ഗൂഗിളിൽ വേണ്ട. ആർക്കെങ്കിലും സ്പെല്ലിംഗ് പറയാൻ പറ്റുമെങ്കിൽ സ്പെല്ലിങ്ങും പറഞ്ഞോളൂ. ജിൻഷയ്ക്ക് പറയാൻ പറ്റുമോ LSI കീവേഡിൻ്റെ സ്പെല്ലിംഗ്? ലേറ്റന്റ് സെമാൻറ്റിക് ഇൻഡെക്സിങ്. ഇൻഡെക്സിംഗ് എന്നാണോ സാറേ? അതെ, ഹലോ, ലേറ്റന്റ് സെമാൻറ്റിക് ഇൻഡെക്സിങ്. ടി ആണോ ടി ആണോ? അതിന്റെ സ്പെല്ലിംഗ് ആർക്കാന്ന് പറയാൻ പറ്റുക? ഞാൻ പറയട്ടെ. ഏതിന്റെ LSI യെസ് യെസ്. ലാറ്റന്റ് LATENT. എല്ലാവരും എഴുതിക്കോളൂ. LATENT. സെമാൻറ്റിക്കിൻ്റെത് SEMANTIC. ഇൻഡെക്സിൻ്റെത് INDEXING. ഒന്നുകൂടെ ഒന്ന് പറയോ? സിമാറ്റിക്. സെമാറ്റിക്കിൻ്റെത് SEMANTIC. സെമാൻറ്റിക്. അടുത്തത് ഇൻഡെക്സിങ് INDEXING.
ഓക്കെ, എല്ലാവർക്കും അത് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 ലൈൻ വിട്ടിട്ട് അവിടെ ഒന്നും കൂടി എഴുതുക. ലോങ് ഒരു 3 ലൈൻ വിട്ടിട്ട് താഴെ എഴുതുക ലോങ് ടെയിൽ കീവേഡ്. ലോങ് ടെയിൽ കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉള്ള കീവേഡ്സിനെ നമുക്ക് വേണമെങ്കിൽ ലോങ് ടെയിൽ കീവേഡ് എന്നൊക്കെ പറയാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ കീവേഡ് സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞു കണ്ടോ ഏറ്റവും താഴെ? നമുക്ക് ആദ്യത്തെ ആ ഒരു സെക്ഷനിലോട്ട് വരാം. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് കീവേഡ് സ്റ്റാറ്റ്സ് 2025. അതല്ല ജോമോൻ, കീവേഡ് സ്റ്റാറ്റ്സ് എന്ന് എഴുതിയേക്കണ എവിടെയാ? അതിനെ ക്ലിക്ക് ചെയ്തേ. അപ്പോൾ ഇതിനകത്ത് കണ്ടോ നമുക്ക് മൾട്ടിപ്പിൾ കീവേഡ് കിട്ടി. ആദ്യത്തെ കീവേഡ് ആർക്കാ ഒന്ന് വായിക്കാൻ പറ്റുക? ഫസ്റ്റ് വൺ, യെസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. അതിന്റെ ആവറേജ് മന്ത്ലി സെർച്ചസ് എത്രയാണ്? 50,000. അതിന്റെ ഇതോ നമ്മുടെ കോമ്പറ്റീഷനോ? ലോ ആണ് അല്ലേ? അപ്പൊ കോമ്പറ്റീഷൻ ലോ ആയിരിക്കണം. പിന്നെ അതേപോലെ ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം ഹൈ ആയിരിക്കണം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ കോമ്പറ്റീഷൻ ഹൈ ആന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കോമ്പറ്റീഷൻ ഹൈ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് കുറേ ലിമിറ്റേഷൻ ഉണ്ടാവും. അത്രയും മാത്രമേ ഇതിനകത്ത് വരുന്നൊരു വ്യത്യാസം നമുക്ക് വരുന്നുള്ളൂ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത്തെ പോയിന്റ് കണ്ടോ? 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ ചെയ്തിരിക്കണ കണ്ടോ? ലെഫ്റ്റിലെ അറ്റത്ത് 3 എവിടെ എഴുതിയേക്കണേ? അതിനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഡൗൺ ആരോ ഒരു 4 തവണ സെലക്ട് ചെയ്ത് വരിക താഴോട്ട്. ഡൗൺ ആരോ 4 തവണ 5 തവണ കൊടുത്തോളൂ തൽക്കാലം. 5 വേണ്ട, മറ്റേതിൽ 6 ഗ്യാപ്പ് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 ഇടാൻ പറ്റുമോ? തൽക്കാലം 4 മതി. അതിനൊക്കെ എന്നിട്ട് എല്ലാവരും Ctrl+C കൊടുക്കുക. നമുക്ക് അതിനെ തൽക്കാലം കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മൾ ഷീറ്റ് 1 ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ? പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ? അതിലോട്ട് വരിക. ഏറ്റവും മേളിൽ വന്നിട്ട് പ്രൈമറി കീവേഡ്സിൻ്റെ തൊട്ട് താഴെ ആ രണ്ടാമത്തെ ലൈനിൽ സെലക്ട് ചെയ്ത് അതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കീവേഡ്സിനെ സോർട്ട് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓരോ സ്ട്രാറ്റജീസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ജോമോൻ അൺഡു ചെയ്തേ. മേളിൽ ഒരു വളഞ്ഞിട്ടുള്ള ആരോ, അതല്ല ക്യാൻസൽ കൊടുത്തേ. ക്യാൻസൽ, നടുക്കൊരു ക്യാൻസൽ. പുറത്ത് ക്ലിക്ക് ചെയ്തേ ജോമോൻ. Ctrl+Z കൊടുത്തേ. ഓക്കെ ഫൈൻ. ഇനി Ctrl+V കൊടുക്കൂ. യെസ്, റെഡിയായി. നമ്മുടെ കീവേഡ്സ് ഒക്കെ റെഡിയായി. എല്ലാവർക്കും ഇതേപോലെ കീവേഡ്സ് ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പ്രൈമറി കീവേഡ്സ് എനിക്ക് പറ്റിയില്ല. എനിക്ക് ആദ്യം പറഞ്ഞ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ, അവിടെ ഡിലേ ആയി ചെയ്തപ്പോ. കുഴപ്പമില്ല. സ്റ്റെപ്പ് എനിക്ക് സ്കിപ്പ് ആയി പോയി.
നോ പ്രോബ്ലം, നോ പ്രോബ്ലം. നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണ് വേറെ വേറെ കീവേഡ്സ് നമുക്ക് സെക്കൻഡറി കീവേഡ്സിന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സെക്കൻഡറി കീവേഡ്സ് എന്തിനു വേണ്ടിയിട്ടാ? ആർക്കാ പറയാൻ പറ്റുക? നമ്മൾ എന്താ എഴുതിയേക്കുന്നേ ജിൻഷ? കീവേഡ്സ് ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കാനാണോ? അല്ല, നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് മെറ്റാ കൊടുക്കാൻ വേണ്ടി. ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ നാളെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. സെക്കൻഡറി കീവേഡ്സിൻ്റെ തൊട്ട് താഴേക്ക് വരിക. ഇപ്പോൾ തൽക്കാലം ഈ കോപ്പി ചെയ്ത കീവേഡ് തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് തന്നെ കൊടുക്കണം നിർബന്ധമില്ല. നമ്മൾ 2 മിനിറ്റ് ലാഭിക്കാൻ വേണ്ടി അത് തന്നെ കൊടുക്കണമെന്ന് മാത്രം. ഓക്കെ, അതിന് തൽക്കാലം Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കണ്ടന്റ് ഐഡിയാസ്. നമ്മളൊരു ബ്ലോഗൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ ബ്ലോഗിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ടന്റ് ഐഡിയ കീവേഡ്സ് കൊടുക്കാം. തൽക്കാലം അതിനെ സെലക്ട് ചെയ്ത് കണ്ടന്റ് ഐഡിയയിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് ക്ലോസ് ചെയ്തോളൂ. ജോമോൻ എവിടെ ക്ലിക്ക് ചെയ്യണം? കറക്റ്റായിട്ട് നോക്കൂ. യെസ്, ഇനി ഒന്ന് പേസ്റ്റ് കൊടുത്തേ. Ctrl+V. ഓക്കെ, റെഡിയായി. പതുക്കെ താഴേക്ക് വരിക. ഇനിയിപ്പോൾ LSI കീവേഡ്സ്. LSI എന്ന് പറയുന്നത് നമുക്കിവിടെ തൽക്കാലം എഴുതാം. ടൈപ്പ് ചെയ്തോളൂ LSI കീവേഡ്സിനകത്ത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആദ്യത്തെ കീവേഡ്. അപ്പോൾ ലേറ്റന്റ് സിമാൻറ്റിക് ഇൻഡെക്സിങ് കീവേഡ്സ് ആണിത്. സെയിം മീനിങ് വരുന്ന ഡിഫറെൻറ്റ് കീവേഡ്സിനെ നമുക്ക് LSI കീവേഡ്സ് എന്ന് പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, സ്പേസ് ബാർ കൊടുത്തിട്ട് സർവീസസ്. ഓക്കെ, അതിൻ്റെ താഴെ എൻ്റർ കൊടുക്കുക. അടുത്തത് ഇതേപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നും പറയപ്പെടുന്നത്. ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസസ്. അടുത്തത് എൻ്റർ കൊടുക്കുക. വേണമെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസസ്. ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസസ്. അങ്ങനെ ഒരു 3 കീവേഡ് നമ്മൾ കൊടുക്കും. അപ്പോൾ സെയിം മീനിങ് വരുന്ന ഡിഫറെൻറ്റ് കീവേഡ് സിനോണിംസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ ലോങ് ടെയിൽ കീവേഡ് എന്ന് പറഞ്ഞു വന്നല്ലോ. അടുത്തത് അതിലോട്ട് വരിക. അതിൻ്റെ താഴെ ഒന്നിലധികം വേർഡ്സ് വരുമ്പോൾ ഫോർ ദ ടൈം ബീങ് ഡിജിറ്റൽ അല്ല, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ എഴുതിക്കോളൂ. ലോങ് ടെയിൽ കീവേഡിൻ്റെ തൊട്ട് താഴെ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. നിർത്താണ്ട് എഴുതിക്കോളൂ. സർവീസസ് ഇൻ നമ്മുടെ ഓൺ ലൊക്കേഷൻ. എവിടെയാണ് ഇപ്പോൾ ജോമോൻ? UAE. ഓക്കെ, ഫൈൻ. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ലൊക്കേഷൻസ് ഒക്കെ എഴുതി നല്ലൊരു ലോങ് ടെയിൽ കീവേഡ് അവിടെ കൊടുക്കാം. ഇപ്പൊ പിടി കിട്ടിയോ? അപ്പോൾ എനിക്കൊന്ന് സുഹേറയ്ക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ ജോമോൻ. സുഹേറ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ ഈ ഇപ്പൊ ചെയ്തിരിക്കുന്ന കാര്യം ഒന്ന് സുഹേറയ്ക്ക് ആരാ പറഞ്ഞു കൊടുക്കാൻ പോകുന്നേ? സാറെ സെലക്ട് ചെയ്തപ്പോ എനിക്ക് 7th ഇറേസ് ആയി പോയിട്ടുണ്ട്. പോട്ടെ, അത് കുഴപ്പമില്ല. നമുക്കൊരു 4 3 കോപ്പി ചെയ്യാം. ഇത് ആർക്കാ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ശീതളിന് പറയാൻ പറ്റുമോ? ഓക്കെ, അത് മതി. 3 മതി.
യെസ്, Ctrl+C കൊടുക്കുക, കോപ്പി. എന്നിട്ട് നമ്മുടെ ആ ഷീറ്റിലോട്ട് വരിക. നെക്സ്റ്റ് ഷീറ്റിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഷീറ്റ് എടുക്കുക. അതിന്റെ താഴെ പ്രൈമറി കീവേഡിന്റെ താഴെ Ctrl+V ചെയ്ത് പേസ്റ്റ് ചെയ്യുക. Okay. ഇനി എന്നിട്ടും സെക്കൻഡറി കീവേഡ് ഫോർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കണ്ടില്ലേ? ഹലോ, പറഞ്ഞോളൂ. അത് തന്നെ നമ്മൾ വീണ്ടും മറ്റതിന്റെ താഴോട്ട് പേസ്റ്റ് ചെയ്യണം. ആ നെക്സ്റ്റ് ഷീറ്റ് എടുത്തോളൂ. ഇപ്പൊ തൽക്കാലം അത് തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ആ സെക്കൻഡറി കീവേഡിന്റെ താഴെ അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. ആ സെയിം. ശരിക്കും വേറെ കീവേഡിനെ റിസർച്ച് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ 2 മിനിറ്റ് ലാഭിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് മാത്രം. ഓക്കെ. അതുപോലെ തന്നെ കണ്ടന്റ് ഐഡിയാസ് ഫോർ ബ്ലോഗ്സ് അതും സെയിം റിപ്പീറ്റ് ചെയ്തോ. ഇനി ISI ലേറ്റന്റ് സെമന്റിക് ഇൻഡെക്സിംഗ് കീവേഡ്സ്, അത് ഒരേപോലെ വരുന്ന വേർഡ്സ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം, അത് എഴുതിയാൽ മതി. അത് ടൈപ്പ് ചെയ്താൽ മതി. അതിൽ എഴുതിക്കോളൂ. അതിന്റെ താഴെ LSI കീവേഡിന്റെ താഴെ എഴുതിക്കോളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ടൈപ്പ് ചെയ്തോളൂ. നമ്മൾ ശരിക്കും ആ ഷീറ്റിൽ പോയിട്ട് കണ്ടുപിടിക്കണം. നമുക്കിപ്പോ തൽക്കാലം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസും ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസും അതേപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസസ് ആയിട്ടാണ് കൊടുക്കുന്നത്. എൻ്റർ കൊടുത്ത് 3 എണ്ണം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി പോകും. അടുത്തത് ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസ്, ഒരേപോലെ പേര് വരുന്നു. നെക്സ്റ്റ് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസസ്. ഈ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഈ കണ്ടന്റ് ഐഡിയാസിലൊക്കെ നമ്മൾ ഈ മന്ത്ലി ആവറേജ് മന്ത്ലി വോളിയൂം കോമ്പറ്റീഷനും നോക്കണ്ടേ? യെസ്. ഏതൊരു കീവേഡ് നമ്മൾ എടുത്താലും നമ്മൾ ഈ ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പം ഈ 3 എണ്ണത്തിലും വ്യത്യാസം വരില്ലേ? വരും. നമ്മളിപ്പോ തൽക്കാലം വെറുതെ ഒരു 2 മിനിറ്റ് ലാഭിക്കാനായിട്ട് ഇങ്ങനെ എക്സാമ്പിൾ ആയിട്ട് എഴുതിയെന്ന് മാത്രം. നമ്മൾ അതിൽ പോയി റിസർച്ച് ചെയ്യണം ഏതാണ് നമുക്ക് വേണ്ട കീവേഡ്. അപ്പൊ ഈ പ്രൈമറി കീവേഡിലുള്ളത് ചിലപ്പോ ഈ സെക്കൻഡറി കീവേഡിൽ വരില്ലല്ലോ. അത് തന്നെ, അതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യണം. നമ്മളെല്ലാം 2 മിനിറ്റ്സ് ലാഭം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3 എണ്ണം ചെയ്തപ്പോഴേക്കും ഒരു 6 മിനിറ്റ് ലാഭം. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ആ ഈ പ്രൈമറി കീവേഡിലുള്ളത് പിന്നെ സെക്കൻഡറി കീവേഡിൽ വരണ്ടല്ലോ. പ്രൈമറി സെക്കൻഡറിയും വന്നാൽ കുഴപ്പമില്ല. സെയിം കീവേഡ് തന്നെ നമുക്ക് സെക്കൻഡറിയിലും വരാം. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ആഡ് ഓൺ ചെയ്തെന്ന് മാത്രം. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അസൈൻമെന്റ് ആണ്. നാളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിനെ തന്നെ വേറെ ഒരു രീതിയിൽ എല്ലാം സെപ്പറേറ്റ് വേറെ കീവേഡ്സ് ഒക്കെ കണ്ട് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇന്ന് ചെയ്ത പോലെ തന്നെ നാളെ ഒന്നും കൂടി ചെയ്യാം. നാളെ അല്ല, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ രാവിലെ എണീച്ച് ചെയ്യാം. ഫ്രീ ആവുന്ന സമയത്ത് ചെയ്തോ. ഇനി എന്താണ് അടുത്തത് പറഞ്ഞോളൂ. അടുത്തത് ലോങ് ടെയിൽ കീവേഡ്സ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.
അതില് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ചെയ്യുന്നത് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ ഏത് ഏരിയ ആണോ ആ ഏരിയയാണ് എഴുതിയത്. ഞാൻ ഇവിടുത്തെ ഏരിയ എഴുതി, ഇഷ്ടമുള്ള ഏരിയ എഴുതാം. ഇന്ത്യ എന്നോ. ആ, എങ്- ഹലോ 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 ശീതൽ പറഞ്ഞോളൂ. അത് ഞാനിപ്പോ എന്റെ ഏരിയയുടേതാണ് എഴുതിയത്. അത് ലോങ് ടൈൽ കീവേഡ്സിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതിയത് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റ് സർവീസസ് ഇൻ ദുബായ് എന്നാണ് എഴുതിയത്. അപ്പൊ ഏതാണോ ഇഷ്ടം അത്, ഐ മീൻ ഇന്ത്യ ആണോ അങ്ങനെ എഴുതാം. കേട്ടില്ല. സുഹൈറ കേട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാവോ? നമുക്ക് അതായത് ഇഷ്ടമുള്ളത് എഴുതാം. അല്ല, ഇതിന്റെ ഇതെന്ന് വെച്ചാൽ ലോങ് ടൈൽ കീവേഡ് എന്നല്ലേ. ലോങ് കീവേഡ് ആണ്, ഒന്നിലധികം വേർഡ്സ് വരുന്ന കീവേഡ് ഇങ്ങനെ കീവേഡ്. മീൻ വേർഡ്സ് അപ്പൊ ഒരുമിച്ച് വരുന്നതാണ്. അപ്പം അതിന്റെ ഇതില് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റ് സർവീസസ് ഇൻ UAE എന്നോ ദുബായ് എന്നോ ഇന്ത്യ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എഴുതും. ഉം. ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ചെറിയ ഐഡിയ കിട്ടി എങ്ങനെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജീനെ സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും നാളെ കുറച്ചും കൂടി നല്ല രീതിയിൽ കീവേഡ്സിനെ ഒന്ന് സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്തിട്ട് ഒന്ന് നാളെ കാണിക്കേണ്ടി വരും എങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നാളെ സെയിം സമയത്ത് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ടൈം, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. നാളെ സെയിം സമയത്ത് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. Bye. Thank you. താങ്ക് യു സാർ. താങ്ക് യു.